ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം CPM-ൻ്റെ നേതൃനിരയുടെ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇനി രക്തസാക്ഷി ഫണ്ടുകൾ പോലും വെട്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ വിളിച്ചു പറയുന്നു. ആ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുകയും ആ ചോദ്യത്തിന് പുതിയ പാഠഭേദം മെനയുകയും മാത്രമാണ് പാർട്ടി ചെയ്യുന്നത്. അപ്പോൾ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന നേതാക്കന്മാരെ പാർട്ടി സംരക്ഷിക്കുന്നുവെങ്കിൽ ഇനി ഒരു നിമിഷം ആ പാർട്ടിയിൽ തുടരുക അസാധ്യമാകുന്നു എന്ന ഘട്ടത്തിലാണ് ഞാൻ പാർട്ടി വിട്ട് മറ്റൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ ഇന്ന് ഇടതുപക്ഷ ഇടപെടലുകൾ നടത്തുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ബദലായി നിൽക്കുകയും ഇടതുപക്ഷത്തിൻ്റെ വർത്തമാനം പറയുകയും ചെയ്യുന്നത് ശ്രീ VD സതീശനും ശ്രീ ഷിബു ബേബി ജോണുമൊക്കെയാണ് എന്ന ബോധ്യം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CPM വിടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഒരു സോഷ്യലിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നിൽക്കാൻ കഴിയുന്ന ഇടം RSP ആണെന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് RSPയിലേക്ക് പോകുന്നത്. പാർട്ടിയിൽ നിന്നും ഒരുപക്ഷെ എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്നുമൊക്കെ എനിക്ക് അകലേണ്ടി വരുന്നത് ഈ പാർട്ടിയുടെ നയവ്യതിയാനത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞു തുടങ്ങുന്നില്ല. പാർട്ടി ഘടകങ്ങളിൽ പലപ്പോഴായി ചർച്ചകളിൽ ഇത് പറയുകയും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം അക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറയുന്നത് പരിമിതമായ എൻ്റെ സാഹചര്യങ്ങളിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു ഇടതുപക്ഷ ബദൽ അന്വേഷിക്കുകയും ആ ഇടതുപക്ഷ ബദൽ നിലവിൽ RSP ആണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSPയിലേക്ക് പോകുന്നത്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. തുടർന്നും രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെ ചർച്ചയിൽ പങ്കെടുക്കും.